പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുവാനത്രേ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതി. നാം ആയിരിക്കുന്ന ഏത് സ്ഥലത്തും നാം ക്രിസ്തുവിൻ്റെ സൗരഭ്യത്തെ പരത്തുന്നവരായിത്തീരണം. ഉത്തമഗീതം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ നാമം പകർന്ന തൈലം പോലെയാ. അവൻ്റെ നാമം ജാതികളുടെ നടുവിൽ, ദേശത്തിൻ്റെ നടുവിൽ ദുഷിക്കപ്പെടാനല്ല, കർത്താവിൻ്റെ നാമത്തിൻ്റെ സൗരഭ്യം പരത്താനത്രേ ദൈവത്തിന് ആഗ്രഹം. പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ യേശുവിൻ്റെ സൗരഭ്യവാസനയത്രേ. നിങ്ങളെ കാണുന്നവർ, നിങ്ങളെ അനുഭവിക്കുന്നവർ, നിങ്ങളോട് ഇടപെടുന്നവർ, അല്ലെങ്കിൽ അവർ തിരിച്ചറിയണം ദൈവ സാന്നിധ്യം. അവർ തിരിച്ചറിയട്ടെ ക്രിസ്തീയ സൗരഭ്യത്തെ, കർത്താവായ യേശുവിൻ്റെ സൗരഭ്യത്തെ നാം എല്ലാ കാലത്തും പരത്തുന്നവരായിത്തീരാം. ഹല്ലേലൂയ. ഇതാ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ അതിനുവേണ്ടിയുള്ള 2 കാര്യങ്ങൾ, 2 ആവശ്യകതകൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നാം പിശാചിൻ്റെ തന്ത്രത്തെ ജയിക്കണം. 11-ാം വാക്യത്തിൽ പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. നാം പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കണം. അവിടെ ഹല്ലേലൂയ, കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങൾ, ഒന്ന്, അവർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ക്ഷമിക്കാൻ ജനത്തെ അനുവദിക്കത്തില്ല. 2, ഹല്ലേലൂയ, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുവാൻ പിശാച് ഒരു നാളും അനുവദിക്കത്തില്ല. 3, ഹല്ലേലൂയ, മനുഷ്യരെ ദുഃഖിപ്പിക്കാൻ, മനുഷ്യരെ തകർക്കുവാൻ പിശാച് ഉള്ളിൽ ഭാരം കൊണ്ടുവന്ന് ശ്രമിക്കും. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഒരു ദൈവ പൈതൽ ക്രിസ്തീയ ജീവിതത്തിൽ, തൻ്റെ ഓരോ ദിവസത്തെ ജീവിതത്തിൽ ഇത് 3-നെയും ജയിക്കണം. ദൈവസന്നിധിയിലെ സന്തോഷം അവൻ തിരിച്ചറിയണം. സന്തോഷം ലഭിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സന്നിധിയിലെ കൂട്ടായ്മ. ഹല്ലേലൂയ. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രം ഈ സന്തോഷത്തെ കെടുത്തിക്കളയുക. സന്തോഷത്തെ കെടുത്തിക്കളയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, കൂട്ടായ്മയിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്, കൂട്ടായ്മയിൽ നിങ്ങൾ ഭാഗമാകരുത്. 2-3 പേര് കൂടുന്നവരുടെ നടുവിൽ കർത്താവ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നാം അവിടെ ചെന്ന് കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ കൂട്ടായ്മയുടെ നടുവിൽ ദൈവസന്നിധിയിലെ സന്തോഷത്തിൻ്റെ പരിപൂർണത ദൈവം തരും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും സന്തോഷത്തെ കെടുത്തുവാൻ പിശാചിനെ നാം അനുവദിക്കരുത്. 2, ഹല്ലേലൂയ, വേദപുസ്തകം പറയുന്ന പിശാചിൻ്റെ 2-ാമത്തെ തന്ത്രം മറ്റുള്ളവരെ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുമ്പാകെ ക്ഷമിക്കാതെ ഇരിക്കുന്ന, ഹല്ലേലൂയ, ഒരു ക്യാരക്ടർ അത്രേ. കർത്താവ് നമ്മളോട് പറഞ്ഞു, സഹോദരൻ പിഴച്ചാൽ 7 വട്ടം മതിയോ എന്ന് ചോദിച്ചപ്പോൾ 7 വട്ടവും 70 വട്ടവുമല്ല, 70 വട്ടമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ, ഹല്ലേലൂയ, കണ്ടീഷൻ ഇല്ലാതെ, പരിധി വെക്കാതെ, ഹല്ലേലൂയ, നിബന്ധനകൾ വെക്കാതെ ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ ഭാവമാണ്, ദൈവിക സ്വഭാവമാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും ക്ഷമാശീലം നമ്മളിലുണ്ടോ, നിശ്ചയമായി നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിത്തീരും. നാം പോകുന്ന സ്ഥലങ്ങളിൽ, നാം ആയിരിക്കുന്ന കൂട്ടായ്മയുടെ നടുവിൽ ദൈവം നമ്മെ സൗരഭ്യമാക്കി മാറ്റട്ടെ. അല്ലെങ്കിൽ 3-ാമത്തെ പിശാചിൻ്റെ തന്ത്രമാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ പറ്റാത്തത്. അതാ കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ വെളിപ്പെടുമ്പോൾ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കണം. ദൈവ സ്നേഹം മറ്റുള്ളവർക്ക് ഉറപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് എല്ലാ കാലത്തും ശ്രമിക്കണം. ഹല്ലേലൂയ, മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുത്തണം. നാം സ്നേഹിക്കുന്നവരാണോ, നിശ്ചയമായി കർത്താവിൻ്റെ സൗരഭ്യം നമ്മിലൂടെ പരത്തും. ഇന്ന് രാവിലെ സമയത്തും 1-ാമത്തെ കാര്യം നാം ചെയ്യേണ്ടത് പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ആ തന്ത്രത്തെ ജയിക്കുക. 2, ദൈവം നമ്മെ ഒരു നന്മയിലേക്ക് നടത്തിയാൽ ആ നന്മ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ, മറ്റുള്ളവർക്കൂടെ കൊടുക്കുവാൻ നമുക്കൊരു ഹൃദയഭാരം വേണം. കർത്താവ് ഒരു നന്മ നമുക്ക് തന്നെങ്കിൽ ആ നന്മ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പാകണം. നിങ്ങൾക്കറിയാമല്ലോ ജോസഫിൻ്റെ ജീവിത ചരിത്രം. ജോസഫിനെ മിസ്രൈമിൽ കൊണ്ടുപോയി മിസ്രൈമിലെ വലിയവനാക്കി മാറ്റിയപ്പോൾ ജോസഫ് പറഞ്ഞ ഒരു
പ്രസ്താവന ഇങ്ങനെ, ഞാൻ ഹല്ലേലൂയ ഇവിടെ വന്നത്, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഇന്നുള്ളതുപോലെ സകല ജാതികൾക്കും ഒരു നന്മയായി തീരുവാൻ, ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം എന്നെ മുന്നമേ അയച്ചതാ. സഹോദരന്മാരോട് ഹല്ലേലൂയ ജോസഫ് പറയുന്ന ഒരു കാര്യം അതാ, എന്നെ ഇവിടെ അയച്ചത് നിങ്ങൾക്ക് വേണ്ടിയും കൂടാ. ഈ നന്മ എനിക്ക് തന്നത്, ഈ അനുഗ്രഹം എനിക്ക് തന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്, ദൈവിക കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു ദേശത്തിന് വേണ്ടി, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടിയാണെന്ന് ജോസഫ് പറഞ്ഞതുപോലെ നാമും പറയാൻ സാധിക്കണം. ഒരു നന്മയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിന് ആ നന്മ തന്നതിൻ്റെ പുറകിലൊരു വിചാരമുണ്ട്. ജോസഫിനെ മിസ്രൈമിൽ കൊണ്ടുവന്നതിൻ്റെ പുറകിൽ ഒരു ഇസ്രായേൽ ജനതയെ വിടുവിക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു എസ്തേറിനെ സിംഹാസനത്തിലേക്ക് ഉയർത്തിയെങ്കിൽ ഒരു ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം ആയിരിക്കുന്ന സ്ഥലത്ത് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകണോ? നമ്മെ ആക്കിയിരിക്കുന്നതിന് പുറകിൽ കർത്താവിനൊരു പർപ്പസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ കർത്താവിൻ്റെ നന്മയെ മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്യുവാൻ നാം തയ്യാറാകണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായി നാം പോകുന്ന എല്ലാ സ്ഥലത്തും, നാം കാണുന്ന എല്ലാ വ്യക്തികളുടെ നടുവിലും നമ്മെ സൗരഭ്യവാസനയാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് രാവിലെയും അതുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നന്ദി പറയാം. ദൈവിക പദ്ധതികളെ വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം പറയാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.